ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ. ഓരോ മന്ത്രങ്ങൾക്കും അസാമാന്യ ശക്തിയുണ്ടെന്നാണ് വിശ്വാസം. ഇവ യഥാവിധി ജപിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറിമറിയുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എന്നാൽ ശരിയായ രീതിയിലല്ല ജപിക്കുന്നതെങ്കിൽ വിപരീത ഫലമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. മന്ത്രങ്ങളുടെ ബീജാക്ഷരങ്ങൾ ഉറക്കെ ജപിക്കാൻ പാടില്ല. പൊതുവെ മന്ത്രജപം 3 രീതിയിലായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. മനസ്സുകൊണ്ട് ചൊല്ലേണ്ടത്, ഉറക്കെ ചൊല്ലേണ്ടവ, ചുണ്ടുകൊണ്ട് ജപിക്കേണ്ടവ എന്നിങ്ങനെ 3 ആയാണ് മന്ത്രങ്ങളെ തിരിച്ചിരിക്കുന്നത്. ശത്രുദോഷ നിവാരണത്തിന് ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് സുദർശന മന്ത്രം. മഹാവിഷ്ണുവിൻ്റെ വലതുകൈയിൽ എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആയുധമാണ് സുദർശനം. നല്ല ദൃഷ്ടി എന്നാണ് സുദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മളെ സ്വാധീനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന ദോഷദൃഷ്ടികളെ സുദർശനമൂർത്തിയുടെ 1000 പല്ലുകളുള്ള ചക്രം കൊണ്ട് അറുതു നീക്കി നമ്മളിലേക്ക് ഈശ്വരൻ്റെ ശുഭദർശനം ലഭ്യമാക്കുമെന്നാണ് വിശ്വാസം. നിത്യവും സുദർശന മന്ത്രം ജപിച്ചാൽ മഹാവിഷ്ണുവിനെയും സുദർശന ചക്രത്തെയും പ്രീതിപ്പെടുത്താനാകുമെന്നും ഉദ്ദിഷ്ട ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച. ആയതിനാൽ എല്ലാ വ്യാഴാഴ്ചകളും സുദർശന മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ്.